ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, തിരുസഭ ഏകമാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമുക്ക് ചുറ്റും നോക്കിയാൽ കത്തോലിക്ക സഭയിൽ തന്നെ 3 വിഭാഗങ്ങളെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. സീറോ മലബാർ സഭയുണ്ട്, സീറോ മലങ്കര സഭയുണ്ട്, ലത്തീൻ സഭയുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ, നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നേറ്റു പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ 3 വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുകയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? കേരളത്തിന് പുറത്തേക്ക് പോയാൽ ലോകത്താകമാനം 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് സഭ ഒന്നാണ് അല്ലെങ്കിൽ ഏകമാണ് എന്ന് പറയാൻ സാധിക്കുന്നത്? സഭയുടെ ഏകത്വത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്. സഭയുടെ ഉറവിടം പരിശുദ്ധ ത്രിത്വമാണ്. സഭയുടെ ഉറവിടം ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നു തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ സഭ ഒന്നായിരിക്കുന്നു. സഭയുടെ ഏകത്വത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്. പിതാവിൽ ആരംഭിച്ച് പുത്രനാൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുന്ന തിരുസഭ, അവർ 3 പേരും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കുന്നു. സഭയുടെ ഏകത്വത്തിൻ്റെ വിവിധ ഭാവങ്ങളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഏകത്വം ഒരു ഭാവമാണ്. സഭയുടെ വിശ്വാസം ഒന്നാണ്. പല വ്യക്തിസഭകളുണ്ടെങ്കിലും ഇവരെല്ലാം ഏറ്റുപറയുന്ന വിശ്വാസം ഒന്ന് തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസം, കാതോലികമായ വിശ്വാസമാണ് നാം എല്ലാവരും ഒരേപോലെ ഏറ്റുപറയുന്നത്. ഈ വിശ്വാസത്തിന് സഭകൾക്കിടയിൽ ഒരു മാറ്റവുമില്ല. അത് സീറോ മലബാർ സഭയിൽ അംഗമാണെങ്കിലും സീറോ മലങ്കര സഭയിൽ അംഗമാണെങ്കിലും ലത്തീൻ സഭയിൽ അംഗമാണെങ്കിലും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. വിശ്വാസത്തിന് വ്യത്യാസമില്ല. കൂദാശകൾക്ക് വ്യത്യാസമില്ല. കൂദാശകളുടെ അനുഷ്ഠാന രീതികൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഈ സഭകളെല്ലാം അനുഷ്ഠിക്കുന്നത് ഒരേ കൂദാശകൾ തന്നെയാണ്. 7 കൂദാശകളാണെന്നും അത് മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, രോഗീലേപനം, വിവാഹം, തിരുപ്പട്ടം, കുമ്പസാരം തുടങ്ങിയ 7 കൂദാശകൾ, അത് എല്ലാ സഭകളിലും ഒന്നു തന്നെയാണ്. അനുഷ്ഠാന രീതികൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും എന്ന് മാത്രം. ഭരണ സംവിധാനം എല്ലാ സഭകളിലും ഒന്നുപോലെ തന്നെയാണ്. ഈശോ മിശിഹായിലൂടെ, അവിടുത്തെ ശ്ലീഹന്മാരിലൂടെ തുടർന്നു വരുന്ന പൗരോഹിത്യമാണ് ഈ സഭകളിലെല്ലാം നിലകൊള്ളുന്നത്. അതും ഈ സഭകൾക്കിടയിൽ ഒരേപോലെ തന്നെയാണ്. എന്നാൽ അതേസമയം ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ട്. വിശ്വാസത്തെ യുക്തിയധിഷ്ഠിതമായി വ്യാഖ്യാനിക്കുന്നതാണ് ദൈവശാസ്ത്രം. വിവിധ സഭകൾക്കിടയിൽ ദൈവശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. ആരാധനക്രമത്തിന് വ്യത്യാസമുണ്ട്. ആധ്യാത്മിക പാരമ്പര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം നടുവിലും ഈ സഭകളെല്ലാം ഒന്നായിരിക്കുന്നു. കത്തോലിക്ക സഭ എന്നത് വിവിധ വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. ഇവയെല്ലാം ഒന്നായിരിക്കുമ്പോഴാണ് കത്തോലിക്ക സഭ ഒന്നായിരിക്കുന്നത്. ഈ ഏകത്വത്തിന് പല രീതിയിൽ ഭംഗം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സഭയുടെ ഏകത്വത്തിനെതിരായിട്ടുള്ള തിന്മകളിൽ ഒന്നാമത്തെ ഒരു തിന്മ പാഷണ്ഡതയാണ്. വിശ്വാസവിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് പാഷണ്ഡത എന്നുകൊണ്ടത് അർത്ഥമാക്കുന്നത്. ആര്യനിസം എന്നുള്ളത് ആദ്യ കാലഘട്ടത്തിലെ ഒരു പാഷണ്ഡതയാണ്. പെലാജിനിസം മറ്റൊരു പാഷണ്ഡതയാണ്. ഇങ്ങനെ വിശ്വാസത്തിൽ തെറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് സഭയുടെ ഏകത്വത്തിനെതിരായിട്ടുള്ള ഒരു തിന്മ. സഭയുടെ ഏകത്വത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ഒരു തിന്മ വിശ്വാസം ഉപേക്ഷിച്ചു പോകലാണ്. വിശ്വസിക്കാതെ, വിശ്വാസം അനുഷ്ഠിക്കാതെ ആ വിശ്വാസരഹിതമായ ജീവിതം നയിക്കുക എന്നുള്ളത് സഭയുടെ ഏകത്വത്തിനെതിരായിട്ടുള്ള ഒരു തിന്മയാണ്. മൂന്നാമത്തെ ഒരു തിന്മ ശീശ്മയാണ്. സഭയ്ക്കെതിരെ മറുതലിച്ച് സഭാധികാരികളെ അനുസരിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ശീശ്മ പോലെയുള്ള സഭയുടെ ഏകത്വത്തിനെതിരായിട്ടുള്ള ഒരു തെറ്റാണ്. ഈ തെറ്റുകളിൽ നിന്നും സഭയെ വീണ്ടും ഐക്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ ഐക്യത്തിൻ്റെ ഒരു മാനം എന്നുള്ളത് സ്നേഹമാണ്. സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നതാണ് സഭയിലെ ഏകത്വം. പരിശുദ്ധ ത്രിത്വം ഒന്നായിരിക്കുന്നത് സ്നേഹത്തിലുള്ള ഒരുമയാണ്. ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സ്നേഹത്തിലാണ് ഈ 3 ആളുകളും ഒന്നായിരിക്കുന്നത്. അതേപോലെ തന്നെ സ്നേഹത്തിൽ ഒന്നായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭാംഗങ്ങളായ നാം എല്ലാവരും.
ആദ്യകാലം മുതൽ സഭയിൽ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സഭയിൽ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരുമുണ്ടായിരുന്നു, അതേപോലെ മറ്റു മതങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരുമുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടം മുതൽ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് സഭാവിശ്വാസം വളർന്നു പന്തലിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ക്രിസ്തീയ വിശ്വാസികളുണ്ട്. ഏഷ്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, വടക്കേ അമേരിക്കയിലുണ്ട്, തെക്കേ അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ഇങ്ങനെ വിവിധ ഭൂഖണ്ഡങ്ങളിലുണ്ട്, വിവിധ വ്യത്യസ്തമായിട്ടുള്ള ജനവിഭാഗങ്ങളിലുണ്ട്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങൾ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറവും സഭ ഒന്നായിരിക്കുന്നു. ആ ഒന്നാകൽ സ്നേഹത്തിലുള്ള ഒന്നാകലാണ്. ഈ സ്നേഹത്തിൽ നമ്മെ എല്ലാവരെയും ഒന്നാക്കി തീർക്കാൻ സഹായിക്കണമേ എന്ന് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. സഭകളുടെ ഐക്യത്തിനു വേണ്ടി, ഈശോ മിശിഹായിൽ എല്ലാവരും ഒന്നായി തീരുവാൻ വേണ്ടി, സ്നേഹത്തിൽ എല്ലാവരും ഒറ്റ ശരീരമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.